ആത്മസംയമനം. അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്നു നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടുവിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടുവിചാരമില്ലാത്തവൻ നശിക്കും. പ്രഭാഷകൻ 18-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് നമുക്ക് പ്രധാനമായും ദൈവം തരുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുക, ആത്മസംയമനം പാലിക്കുക, അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും.